കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDFന് ഡോക്ടർ CK സബിതയെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. നറുക്കെടുപ്പിലൂടെയായിരുന്നു LDFന്റെ വിജയം. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഏതായാലും ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ അവിടെ ഉണ്ടായിരുന്ന BJP കോൺഗ്രസ് ധാരണ അന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. BJP അംഗം തന്നെ UDFന് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് അന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം വന്നു. ഏതായാലും ഇപ്പോൾ ഭരണം LDFന് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇന്ന് നടന്ന കാര്യങ്ങൾ അവിടെ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ UDFും BJPയും തമ്മിലുള്ള ഒരുമിച്ച് സംഘടിപ്പിച്ച രാഷ്ട്രീയ നാടകമെല്ലാം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇരുവരുമുള്ള അന്തർധാര തുണച്ചില്ല. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 5 വർഷങ്ങൾക്ക് ശേഷം LDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. LDFന്റെ ഡോക്ടർ CK സബിത പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടർ CK സബിത തന്നെ കൂടെ ചേരുന്നുണ്ട്. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് 2 ദിവസം നീണ്ട നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. പുല്ലൂർ പെരിയയിൽ LDF വിജയിച്ചു. തീർച്ചയായിട്ടും പുല്ലൂർ പെരിയ പഞ്ചായത്ത് വളരെ ഉദ്വേഗത്തോടു കൂടി തന്നെ സംസ്ഥാനം ഒട്ടുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനെ പറ്റി ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒരു രാഷ്ട്രീയ നാടകം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്. അതെല്ലാം വിഫലമായി എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത തന്നെ തന്നിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ സംസാരിച്ചതിന് വലിയ വികസന മുരടിപ്പ് നേരിടുന്ന ഒരു 5 വർഷമായിരുന്നു കടന്നുപോയത്. എന്താണ് ജനങ്ങൾക്ക് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ട് പിന്നാലെ നൽകാനുള്ള ഒരു ഉറവ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അത് ജനങ്ങൾക്കാകെയും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ആ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി മാത്രമായി പ്രവർത്തിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും സജീവമായിട്ട് ഞങ്ങളെല്ലാവരും നടത്തുമെന്നുള്ളതാണ് ഒരു ഉറപ്പായി പറയാനുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് കേരളത്തിലെ ഏത് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വിജയിച്ചാലും അതിനെല്ലാം മുകളിലാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ വിജയമെന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ കാലയളവ് വലിയ രാഷ്ട്രീയ വെല്ലുവിളികളും വലിയ കുപ്രചരണങ്ങളും LDFനെതിരെ നടന്ന ഒരു കാലഘട്ടമാണ്. അത് കടന്നുകൊണ്ടാണ് LDF ഇപ്പോൾ ഈ വലിയൊരു വിജയം പുല്ലൂർ പെരിയയിൽ നേടിയിരിക്കുന്നത്. ഇപ്പോൾ CPIM ഏരിയ സെക്രട്ടറി രാജ്മോഹൻ തന്നെ കൂടെ ചേരുന്നുണ്ട്. തീർച്ചയായും ഏറെ അഭിമാനകരമായിട്ടുള്ള വിജയമാണ് പുല്ലൂർ പെരിയയിൽ. കേരളമാകെ ഉറ്റുനോക്കിയിട്ടുള്ള വിജയമാണ്. 2019 ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉപയോഗിക്കുക എന്ന രാഷ്ട്രീയമാണ് UDF നടത്തിക്കൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും അത് നല്ലതുപോലെ ഇവിടെ പ്രയോഗിക്കുകയുണ്ടായി. എന്നാൽ പുല്ലൂർ പെരിയയിലെ ജനങ്ങൾക്ക് എന്താണ് വസ്തുത എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ തെറ്റായ പ്രചരണങ്ങളെയെല്ലാം നുണപ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് LDF 9 സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF പ്രസിഡന്റായി വിജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. UDFനകത്തെ പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി UDFൻ്റെ അംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരില്ല എന്ന് വന്നപ്പോൾ BJPയുടെ അംഗം കോറം തികയാൻ പാടില്ല, കോറം തികഞ്ഞാൽ BJPയുടെ അംഗം യോഗത്തിൽ ഹാജരായാൽ തെരഞ്ഞെടുപ്പ് നടക്കും, തെരഞ്ഞെടുപ്പ് നടന്നാൽ 9 സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ള LDF പ്രസിഡന്റായി വിജയിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന ഉറപ്പ് BJP കഴിഞ്ഞ ദിവസം നൽകുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെയെല്ലാം മറികടന്നുകൊണ്ട്, നുണപ്രചരണങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ LDFന് അനുകൂലമായിട്ട് വിധിയെഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയമാണ്, ഏറെ അഭിമാനകരമായ വിജയമാണ്. സിജു, ഏറെ അഭിമാനകരമായ വിജയമെന്നാണ് LDF പറയുന്നത്. ചരിത്ര വിജയമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവേശത്തിലാണ് ജനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ഇത്തവണ പുല്ലൂർ പെരിയ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്ന ഒരു ഉറപ്പാണ് LDF നൽകിയിരുന്നത്. 2 സീറ്റുകൾ, 2 വാർഡുകൾ UDFിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഒപ്പത്തിനൊപ്പം എത്താൻ സാധിച്ചു. അതിനുശേഷം ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിൽ LDFനൊപ്പം തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് നിൽക്കുകയാണ്.